2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ മോദിയുടെയും ബി.ജെ.പിയുടെ പ്രധാന മുദ്രാവാക്യങ്ങളൊന്ന് അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കും എന്നുള്ളതായിരുന്നു. അനവധി അഴിമതികളിൽ പൊറുതിമുട്ടിയ ജനമാണ് 2014-ലും 2019-ലുമൊക്കെ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏറ്റിയത്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ റാലികളും അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറയുകയും അവരെ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കേസുകളെല്ലാം ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്നൊരു ആക്ഷേപം ജനങ്ങൾക്കിടയിലും സ്വന്തം പാർട്ടിക്കാർക്കിടയിലുമുണ്ട്. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാകുന്നതിന് മുമ്പ് അവയെ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ നാഷണൽ ഹെറാൾഡ് കേസാണ്. ഇപ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലെങ്കിൽ 15 വർഷത്തോളമാകുന്നു ആ കേസ് നൽകിയിട്ട്. ബി.ജെ.പി അധികാരത്തിലുള്ളപ്പോഴല്ല ആ കേസ് നൽകിയത്. സുബ്രഹ്മണ്യൻ സ്വാമി, അതായത് ബി.ജെ.പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെയൊക്കെ മേധാവിയായിരുന്ന ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഒരു കേസായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ്. 751 കോടി രൂപയുടെ സ്വത്തുവകകൾ ആ കേസിൽ ഇ.ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. 40 മണിക്കൂറോളം രാഹുൽ ഗാന്ധിയെ 2022 ജൂണിൽ ചോദ്യം ചെയ്തിരുന്നു. 2022 ജൂലൈയിൽ സോണിയാഗാന്ധി 11 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ആ കേസിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണത്തിൽ ആയിരുന്ന കേസുകളൊക്കെ ത്വരിതപ്പെടുത്തുകയും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അതായത് ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ പ്രധാനപ്പെട്ട അഴിമതി കേസുകളിലെല്ലാം ഒരു തീരുമാനമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇത് എപ്പോഴും ഇവരുടെ അഴിമതി തുറന്നു കാണിക്കും, ഇല്ലെങ്കിൽ അവരെ തുറുങ്കിലടയ്ക്കും എന്ന് പറഞ്ഞ് ഇരുന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിനൊക്കെ ഒരു പരിസമാപ്തി ആവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ പല മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമൊക്കെ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും അതിനുള്ള നീക്കങ്ങൾ ത്വരിതഗതിയിലേക്ക് നീങ്ങുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി താനടക്കമുള്ളവർ ചക്രവ്യൂഹത്തിലാണ് എന്നും ഈ ബി.ജെ.പി തങ്ങളെ താമരയുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയും. ഇത് ഒരുപാട് നേതാക്കളെ ബാധിക്കുന്ന അനവധി കേസുകളുണ്ട്. അതായത് സംസ്ഥാന തലത്തിൽ കോൺഗ്രസിൻ്റേതായാലും CPM-ൻ്റേതായാലും ഒപ്പം തന്നെ വിവിധ പാർട്ടികളുടേതായാലും ഒക്കെ കേസുകൾ നിൽക്കുന്നു. ലാലുവിൻ്റെ കേസിൻ്റെ ഒക്കെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്നു. ലാലുവിൻ്റെ മകനടങ്ങിയ കേസിൻ്റെ നിൽക്കുന്നു. DK ശിവകുമാറിൻ്റെ കേസുകൾ, കേരളത്തിൽ സ്വർണ്ണത്തിൻ്റെ കടത്തുൾപ്പെടെയുള്ള കേസുകൾ നിൽക്കുന്നു. അങ്ങനെ അനവധി കേസുകൾ കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ അത് അവസാന ലാപ്പിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ അന്വേഷണം ഉൾപ്പെടെ ത്വരിതപ്പെടുത്തുക, അതിന് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു. ഒരു പക്ഷേ ഇപ്പോൾ വിദേശത്ത് നിന്നുള്ള ഈ അക്കൗണ്ടുകൾ, സ്വിസ് ബാങ്കിലടക്കം നിക്ഷേപിച്ചവരുടെ അക്കൗണ്ടുകൾ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള മറ്റ് അക്കൗണ്ടുകളോ ഇല്ലെങ്കിൽ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് അവരുടെ സ്വത്തുക്കൾ, അതായത് ഇന്ത്യയിലെ ചില പൊളിറ്റിക്കൽ ലീഡർമാർ വിദേശത്തും മറ്റും വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെയും മറ്റും വിവരങ്ങളും ഒരുപക്ഷെ വെളിപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. ഏതായാലും ഇപ്പോൾ ഈ അന്വേഷണങ്ങളെ ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ എന്ന ജനം അറിയാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കാത്തിരിക്കുന്നതിന് ഒരു പരിസമാപ്തി കുറിക്കാനാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് നീങ്ങുന്നത്. കാരണം ഇനിയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം ആറിയതെല്ലാം പഴങ്കഞ്ഞികളായി മാറുന്നതിന് മുമ്പ് ഇതെല്ലാം തീർക്കുക, അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പിയും കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ പല നേതാക്കളെയും ചോദ്യം ചെയ്യാനായി ഇ.ഡി വിളിപ്പിക്കുമെന്നുള്ള വാർത്തയുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെയൊരു അനാലിസിസ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും ഇനി നമുക്ക് ആ ചോദ്യം ചോദിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായി, അതെല്ലാം പോയില്ലേ, വിട്ടുകളഞ്ഞു എന്നുള്ള ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം വരും മാസങ്ങൾ നമുക്ക് നൽകും. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.